Hello friends, this is Shemi from Stock. So welcome back to my channel. So guys, in the tech video വന്നിട്ടുള്ളത് വിൻഡോസ് 11 കുറിച്ച് പറയുന്നത് എന്ന് വന്നിട്ടുള്ളത്. സോ വിൻഡോസ് 11 ഒഫീഷ്യലി റിലീസ് ആയത് ഒക്ടോബർ 5-നായിരുന്നു 2021, അതായത് കഴിഞ്ഞ വർഷത്തിലായിരുന്നു. അന്ന് നമ്മളിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു മിഡിൽ ലെവല് ഒരു ലാപ്ടോപ്പ് യൂസേഴ്സിന് എങ്ങനെയായിരിക്കും മറ്റേ വിൻഡോസ് 11 എക്സ്പീരിയൻസ് ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇല്ല OS, അതായത് വിൻഡോസ് 10 ഉള്ള ഒരു OS അതിന്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു അന്നത്തെ വിൻഡോസ് 11. ആ സമയത്ത് നമുക്ക് മറ്റേ കാണപ്പെട്ടു CPU യൂസേജ് നല്ല ഹൈ ആയിരുന്നു, നമുക്ക് കുറച്ച് സ്ലോ ഒക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ അതിന്റെ സ്റ്റേബിൾ വെർഷൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് 2-3 മാസത്തെ ആയിട്ടുണ്ട് നല്ല സ്റ്റേബിൾ വെർഷൻ വന്നിരിക്കുകയാണ്. മാത്രമല്ല അവർ ആദ്യം ഇറക്കിയത് ഒരുപാട് മറ്റേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒരുപാട് കാണിച്ചിരുന്നു. അവര് ഇതുവരെയുള്ള എല്ലാ വെർഷൻസിലും, അപ്പോൾ വിൻഡോസ് 10 ആയാലും വിൻഡോസ് 8 ആയാലും അത് എല്ലാ ഡിവൈസസിലും പഴയ ഡിവൈസസിലൊക്കെ ഓടിയിരുന്നു. വിൻഡോസ് 11 നേരെ കുറിച്ച് അവർ കുറച്ച് കോമ്പാറ്റബിലിറ്റി ഒരു മുന്നോട്ട് വെച്ചിരുന്നു. അതിനനുസരിച്ചുള്ള സിസ്റ്റംസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള CPU തരാൻ വേണ്ടി പറ്റുള്ളൂ പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വിൻഡോസ് 11 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന CPUs ഏതൊക്കെയാണ്, അത് പ്രൊസസ്സേഴ്സ് ഏതൊക്കെയെന്നതിനെ കുറിച്ച് ഞാൻ ഇതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള മറ്റേ ഡിവൈസസ്, അതായത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് കാണിക്കുന്ന ഡിവൈസസിൽ എങ്ങനെയാണ് ഈ ഇഷ്യൂസ് എല്ലാം ബൈപാസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങളിലോട്ട് കിടക്കാം. ഒരു ഇടത്തരം i3 പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്, എക്സാമ്പിൾ i3 4th Gen, 5th Gen, 6th, 7th Gen, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മാത്രമല്ല ഞാൻ ഇതിൽ ചെയ്യുന്ന ഫോർമാറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ കസ്റ്റമൈസിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ ബാക്കപ്പ് എടുത്തുന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് മിസ് ആയി കഴിഞ്ഞാൽ ഞാനോ ഈ ചാനലോ ഉത്തരവാദിത്തമല്ല. ഈ വീഡിയോ കണ്ടിട്ട് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാക്കപ്പ് എടുത്തിട്ടുണ്ടോ അതിനെ കുറിച്ച് ശ്രമിക്കണം. മിക്ക ആൾക്കാരും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാളേഷനിലോട്ട് പോകുമ്പോൾ നിങ്ങൾ PC-യുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അതിൽ TPM 2.0 അവർ ആവശ്യപ്പെടുന്നുണ്ടാവും. അത് മാത്രമല്ല സെക്യൂർ ബൂട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ടാവും. ഇതിനെ ബൈപാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ CPU, അതായത് നമ്മുടെ മറ്റേ പ്രൊസസ്സറിനെ ഒരു ഡിമാൻഡ് ചെയ്യേണ്ടാവും, അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രൊസസ്സർ എന്നൊക്കെ അതിൽ കാണും. ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ പെർഫോമൻസിനെ ബാധിച്ചിട്ടല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ ഇതൊന്നും ബാധിക്കത്തില്ല. ഇതെല്ലാം അവർ പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഇതിനെ കുറിച്ചെല്ലാം അവർ പറയുന്നത്. സോ നിങ്ങളുടെ ഗ്രാഫിക്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം പെർഫോമൻസ് സ്ലോ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഇതിൽ ഉണ്ടാവുന്നില്ല. ഇതിനുള്ള ഒരു ബേസിക് റിക്വയർമെന്റ്സ് അവർ സിസ്റ്റത്തിൽ തന്നെ അവർ കാണിക്കാറുണ്ട്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഒരു 4 GB റാം, ഒരു CPU സ്പീഡ് ഒരു 2.3 ആണെങ്കിലും അത് വളരെ നല്ലതാണ്. 2.2 ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. സോ അത്തരത്തിലുള്ള ഓരോരോ ഫീച്ചേഴ്സ് ആണ് 4 GB. പിന്നെ ഒരു 9 GB ഇതിന്റെ ഇൻസ്റ്റാളേഷന് ഒരു ഹാർഡ് ഡ്രൈവ് C അല്ലെങ്കിൽ അതിന്റെ പ്രൈമറി സ്റ്റോറേജിൽ ഒരു ആവശ്യപ്പെടുന്നത്. അത്തരത്തിലൊക്കെ മറ്റു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നുള്ളൂ അവരെ ഇൻസ്റ്റാളേഷൻ്റെതായിട്ട്. അപ്പൊ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഈ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് നമുക്ക് മറികടക്കാൻ അത് ബൈപാസ് ചെയ്യണം. ബൈപാസ് ചെയ്യേണ്ട വഴികളെ കുറിച്ചിട്ടും എല്ലാവരെ കുറിച്ചും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ വേറെ കാര്യം പറയാം, ഞാൻ ഈ ചാനലിൽ കാണിക്കുന്ന എല്ലാ ടെക് വീഡിയോസും ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറിച്ച് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ പുറമെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് അയക്കാം. പിന്നെ സംശയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റെസ്പോണ്ട് തരുന്നതാണ്. സോ ഗൈസ്, നമുക്കൊന്ന് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ലാപ്ടോപ്പിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ഒരു ഫ്ലാഷ് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഈ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യേണ്ട പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോ എങ്ങനെയാണ് അത് ചെയ്യാതെ നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ അതിൽ വിൻഡോസ് 11 ഡൗൺലോഡ് എന്ന് നിങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് കാണുന്ന സെർച്ച് റിസൾട്ടിൽ ഓപ്പൺ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാം. അതിൽ ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇവരുടെ ഒരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ ഇവർ തന്നെ നമുക്ക് ഫ്ലാഷ് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെയും ചെയ്യാം. വിൻഡോസ് 10-ൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള വിൻഡോസ് വെർഷൻസിൻ്റെ ഒക്കെ ISO ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് റൂഫസ് വെച്ചിട്ട് നമുക്ക് ഒരു ഫ്ലാഷ് ബൂട്ട് ഡ്രൈവ് അതായത് ഒരു ഫ്ലാഷ് ഡ്രൈവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തത് ഇത് വെച്ചിട്ടാണ്. സോ നമുക്ക് ആദ്യം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഫ്ലാഷ് ഡ്രൈവ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. മിനിമം 8 GB ഒരു ഫ്ലാഷ് ഡ്രൈവ് തന്നെ അതിന് വേണ്ടതാണ്. ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കാം. റൂഫേഴ്സ് ചെയ്യുന്ന വർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇത് വിൻഡോസിൻ്റെ തന്നെയാണ്. ഫ്ലാഷ് ബൂട്ട് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് UEFI മോഡിലാണ് ഇത് ബൂട്ട് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് വെർഷൻ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. നമുക്ക് ഏത് വെർഷൻ വേണ്ടത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് വെർഷനാണ് വേണ്ടത്. ഇൻ ദ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യുണൈറ്റഡ്
കിങ്ഡം ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. രണ്ടും സെയിം ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത് ഏറെക്കുറെ. ശേഷം യൂസ് റെക്കമെൻഡഡ് ഓപ്ഷൻ ഫോർ ദിസ് പി സി. ഇതാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ലാപ്ടോപ്പിനെ സ്കാൻ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു OS നമുക്ക് തരുന്നതാണ്. ശേഷം നെക്സ്റ്റ് ഇതിന് ചോദിക്കും ISO ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് ശേഷം ISO ഫയൽ ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് അത് റൂഫസ് ഉപയോഗിച്ച് വീണ്ടും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിങ്ക് വഴി നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് സോഫ്റ്റ്വെയർ വഴി നമുക്ക് ISO ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് USB ഫ്ലാഷ് ഡ്രൈവ് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ പ്ലഗ് ചെയ്ത പെൻ ഡ്രൈവ് ഇവിടെ നമുക്ക് മറ്റേ കാണാവുന്നതാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് അടിക്കാം. ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഫോർമാറ്റ് ഡിസ്ക് കൊടുക്കുക. എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ സ്ക്രീനിൽ യുവർ USB ഫ്ലാഷ് ഡ്രൈവ് ഈസ് റെഡി എന്നല്ല കാണും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഫിനിഷിൽ അമർത്തുക. അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. ഇനി നമുക്ക് മൈ കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ PC എന്നാണ് ഇതിൽ വരുന്നത്. പോയി കഴിഞ്ഞാൽ ഇതാണ് ആ ഫ്ലാഷ് ഡ്രൈവ് വരുന്നത്. ഓക്കെ, ഇതൊരു ബൈപ്പാസ് രജിസ്ട്രി ഫയലാണ്. അതായത് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പല ഇഷ്യൂസ് കാണാം. കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസിനെ കുറിച്ച് കാണാം. TPM 2.0 റിക്വയർഡ്, അല്ലെങ്കിൽ CPU ഇൻ്റേത് വേണം, അവർ പറയുന്ന മറ്റേ CPU വേണം, അത്തരത്തിലുള്ള ഒരുപാട് എറർ മെസ്സേജസ് കാണാം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രി ഫയലാണിത്. ഇതിൻ്റെ ക്രിയേഷനെ കുറിച്ചിട്ട് ഞാനൊരു വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നതാണ് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നത്. ഇതിൻ്റെ ഈ ഒരു ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ്. നമുക്കിനി എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അതിനായി വിൻഡോസ് 10 റൺ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. നിങ്ങൾക്കിത് കാണാം, ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് 7 ആയിട്ട് ഉള്ളതാണ്. ഇത് കോർ i5 ഉള്ളത്. കോർ i5 വിപ്രോ പഴയ ഒരു പ്രൊസസ്സറാണ്. ഡെൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പ്. ഇത് UAയിൽ ഇപ്പോൾ സുലഭമാണ്, ചെറിയ റേറ്റിന് കിട്ടുന്നതാണ്. 400-500 റേഞ്ചിൽ കിട്ടുന്ന ഒരു ലാപ്ടോപ്പാണ്. നമുക്ക് ഇതിൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുമെന്നും അറിയില്ല, ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ് നമുക്ക് ആരംഭിക്കാം. ഇത് മിക്കവാറും ബൈപ്പാസ് ചെയ്യേണ്ടി വരും, കാരണം കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഡെല്ലിൻ്റെ പൊതുവെ എല്ലാ ബയോസിലോട്ട് കയറാനുള്ള, അത് ബൂട്ടുമിലോട്ട് കയറാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F12 ആണ്. മോളിൽ കാണിച്ചിട്ടുണ്ട്. F12 കയറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് USB നമുക്ക് ഡിവൈസ് നമുക്ക് ലോഡ് ചെയ്യാം. ഇത് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും, മീൻസ് ഒരു മിനിറ്റൊക്കെ അടുത്ത് എടുക്കും. ഒരു പഴയ ലാപ്ടോപ്പാണിത്. സ്ക്രീനിൽ വരെ ചളി പിടിച്ചിട്ടുണ്ട്, ഒരുപാടായിട്ട് ഉപയോഗിക്കാതൊക്കെ വെച്ചതാണ്. വിൻഡോസ് 10 ഓടിക്കൊണ്ടിരുന്നതാണ്. ഞാൻ കാണിച്ചതല്ല, വിൻഡോസ് 7 ആണ് ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റി. സോ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ വർക്ക് ചെയ്യുമെന്നില്ല എന്നല്ല അറിയാൻ. ഇപ്പോൾ ഇൻസ്റ്റാളേഷനിലോട്ട് കടന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് കൊടുക്കാം, ഇൻസ്റ്റാൾ. സെറ്റപ്പ് ലോഡാവുന്നുണ്ട്.
ബൈപ്പാസ് ചെയ്യേണ്ട ആവശ്യം വരും. ബൈപ്പാസ് പറഞ്ഞാൽ ആ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസിനെ മറികടക്കാൻ അടുത്ത സ്റ്റെപ്പിലായിരിക്കും മിക്കവാറും കാണിക്കുക. ഈ ഒരു ഇഷ്യൂ കാണിച്ചു. ഈ ഒരു ഇഷ്യൂ ആണ്, അതായത് ദിസ് PC can't run Windows 11. The PC does not meet the minimum requirements. സോ നമുക്ക് ഇതിനെ മറികടക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത വഴികൾ നമുക്ക് നോക്കാം. ഈ സിസ്റ്റം എന്തായാലും ഒഫീഷ്യലി ഇതെന്തായാലും കോമ്പാറ്റബിൾ അല്ല. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഫംഗ്ഷൻ 10, അതായത് F10 അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കയറാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടുന്ന് നമുക്ക് റഗ് എഡിറ്റ്, നമുക്ക് രജിസ്റ്റർ ആഡ് ചെയ്യാനാണ്. അപ്പോൾ റഗ് എഡിറ്റ് പറഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇതിൽ അത് രജിസ്റ്റേർഡിൽ എഡിറ്ററിലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ഫയൽ പോവുക, ഇമ്പോർട്ട് പോവുക. പിന്നെ നമുക്ക് ഞാൻ അതിൻ്റെ ബൈപ്പാസിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് ആ ഒരു പെൻ ഡ്രൈവിലോട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്, ഫ്ലാഷ് ഡ്രൈവിലോട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്യുക, ബൈപ്പാസിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കീ കണ്ടെയ്ൻഡ് ഹാവ് സക്സസ്ഫുള്ളി ആഡഡ് ടു ദ രജിസ്റ്റർ ഇങ്ങനെ എഴുതി കാണിക്കും. ഇനി അത് എഴുതി കാണിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് HK ലോക്കൽ മെഷീനിൽ പോവുക, അതിൽ സിസ്റ്റത്തിലോട്ട് പോവുക, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യുക. അതിൽ സെറ്റപ്പിലോട്ട് പോവുക, സെറ്റപ്പിൽ ലാബ് കോൺഫിഗിൽ ഇത് കാണാം, ബൈപ്പാസ് ചെയ്ത CPU ചെക്ക്, റാം ചെക്ക്, സെക്യൂർ മറ്റ് ബൂട്ട് ചെക്ക്, പിന്നെ സ്റ്റോറേജും പിന്നെ എല്ലാവരെയും കുറിച്ച് TPM ചെക്ക്, ഇതെല്ലാവരും നമ്മൾ ഇത്തരം കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണ് കാണിക്കാറുള്ളത്. സോ ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്യാനുള്ള രജിസ്റ്റർ നമ്മൾ ആഡ് ചെയ്തിട്ട് അപ്പോൾ അത് കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മറ്റേ ക്ലോസ് ചെയ്യാം, നമുക്ക് ഇതും ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിലോട്ട് ഒന്ന് പോകാം. ഇനി 11 Pro, ഓക്കെ, അതന്നെ മതി. ഇനി ഐ അക്സെപ്റ്റ്. സാധാരണ വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ചൂസ് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്കിൽ തന്നെ ചെയ്യുക, കാരണം ഫയൽസ് മിസ്സാകാൻ സാധ്യതകളുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസിലെ ലാപ്ടോപ്സ് നിങ്ങൾ അതിൻ്റെ ബാക്കപ്പ് ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഫോർമാറ്റിംഗ് പ്രോസസ്സിലോട്ട് കിടക്കുക. അങ്ങനെ എന്തെങ്കിലും ഫയൽസ് നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ അതിന് ഞാനോ എൻ്റെ യൂട്യൂബ് ചാനലിലോ അതിന് യാതൊരു ഉത്തരവാദികളല്ല. സോ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ബാക്കപ്പ് ഒക്കെ എടുത്ത് വെക്കുക, കാരണം ടെക്നോളജിക്കൽ ഇഷ്യൂസ് ആണ്. സോ ടെക്നോളജി തിങ്സ് ആണ്, ഏത് നിമിഷം ഫയൽസ് ഒക്കെ നഷ്ടപ്പെടാം. സോ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഈ ഫോർമാറ്റിംഗ് പ്രോസസ്സിലോട്ട് അല്ലെങ്കിൽ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷനിലോട്ട് കിടക്കുക. ഇനി നമുക്കിത് കഴിഞ്ഞ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 80% കടന്നിട്ടുണ്ട്. ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒക്കെ നമ്മൾ മറികടന്നു. ഇനി നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കോമ്പാറ്റബിലിറ്റി കിട്ടുമോ എന്നറിയില്ല. നമ്മളത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം, വിൻഡോസ് 7 വർക്ക് ചെയ്തിരുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഈ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 GB റാം, i5 3rd ജനറേഷൻ ഉണ്ട്, i5 2nd ജനറേഷൻ 3rd ജനറേഷനാണ്. എന്തായാലും 2013-14 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ലാപ്ടോപ്പാണ്, അമേരിക്കയിൽ നിന്ന് റീഫർബിഷ്ഡ് ചെയ്ത് കയറി വരുന്നതാണ്. വിൻഡോസ് 11 എന്തോ സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. എംബ്ലം ലോഗോ, വിൻഡോസ് 11 ലോഗോ കാണിച്ചു. സോ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ റീജിയൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നിട്ടാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ നെയിം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കാരണം അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ അപ്ഡേഷൻ ഇഷ്യൂസ് വരാൻ സാധ്യതകളുണ്ട്. ഇന്ത്യയിലിരുന്ന് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ ഇത് മറ്റേ കൊടുക്കുക രാജ്യം. കീബോർഡ് സെലക്ട് ചെയ്തു, കീബോർഡിലായിട്ട് പിന്നീട് സെറ്റ് ചെയ്യാം. വൈഫൈ പാസ്വേഡ് കൊടുത്തു. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഡിവൈസിന് പേര് കൊടുക്കണം. തൽക്കാലം ഞാൻ യൂസറിന് വേണ്ടി കൊടുക്കുകയാണ്.
സെറ്റപ്പ് പേഴ്സണൽ അക്കൗണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു യൂസർ മാത്രം കൊടുത്താൽ മതി. പാസ്വേഡ് യൂസർ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഹോട്ട്മെയിലിൻ്റെ അക്കൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കാണിക്കും. നെക്സ്റ്റ് കൊടുത്തിട്ട് പേരെടുക്കാനുള്ള ഭാഗം വരും. തൽക്കാലം ഞാൻ ഇതിൻ്റെ പേര് വേണ്ടി കൊടുക്കുകയാണ്. പാസ്വേഡ് ഒന്നും ഇടുന്നില്ല. നെക്സ്റ്റ് അടിക്കാം. ഇത് എല്ലാ ലാപ്ടോപ്പും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. നമുക്കിപ്പോൾ അറിയേണ്ടത് ഇതിൻ്റെ CPU സ്പീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലോ ലാഗ് ഒക്കെ വരുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് സ്ക്രീനിൽ ഗ്രെയിൻസ് വരുന്നുണ്ട്, കാരണം പഴയ ലാപ്ടോപ്പല്ല, അതിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു പ്രശ്നമാണ്. അതൊക്കെ നമ്മുടെ നാക്കഡ് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലൈൻസ് വരും. ഇത് HDD ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഇത് കുറച്ച് നേരം സമയം എടുക്കും. പക്ഷേ അതിന് ആ സമയം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പാനിക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെയുള്ള പ്രോസസ്സ് ചെയ്യരുത്. ഓക്കെ, സോ അതിൻ്റേതായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. HDD ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇതാവുമ്പോൾ മറ്റേ SSD ആകുമ്പോൾ ഇത് ഒരുവിധം പെട്ടെന്ന് ഇത് പൂർത്തിയാവാറുണ്ട്. ജസ്റ്റ് ഫയൽസ് ഒന്ന് ലോഡാവാൻ സെറ്റ് ആവാനുള്ള സമയം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ലോഡായി വന്നിരിക്കുകയാണ്. ഒക്കെ സെൻട്രലൈസ്ഡ് മെനൂസ് ആണ് ഇതിൻ്റെ വരുന്നത്. കൺട്രോൾ പാനലിൽ പ്രോസസ്സിംഗ് സ്പീഡ് അത്യാവശ്യം നല്ലതുണ്ട്. നമുക്ക് ഇതിൻ്റെ CPU നമുക്ക് നോക്കിയേക്കാം. CPU യൂസേജിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ i7ൽ 7th ജനറേഷൻ i3യിൽ 7th ജനറേഷനിലെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ CPU യൂസേജിനെ കുറിച്ച് ഞാൻ കാണിച്ചു തന്നിരുന്നു. നമുക്കിവിടെ പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. CPU ആദ്യം കുറച്ച് ഹൈ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കാണാം 3.9 GB. അതായത് റാം 4 GB റാമാണ്. 56% യൂസ്ഡ്. പിന്നെ CPU യൂസേജ് നോർമലായി മാറിയിട്ടുണ്ട്. 25, 53 അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഇത് കണ്ടോളൂ, i5ൽ 2nd ജനറേഷൻ CPU ആണ്. 2.50 GHz ക്ലോക്ക് സ്പീഡ് വെച്ചിട്ട് വരുന്നതാണ്. സോ നല്ല പെർഫോമൻസ് തന്നെ ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് വിൻഡോസ് 10 ഒക്കെ ഒരു ഹെവി കമ്പോണന്റ് ആണെങ്കിൽ ഇത് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ്. സോ വിൻഡോസ് 11ന്റെ ഡൗൺലോഡിംഗ് ലിങ്കും പിന്നെ ബൈപ്പാസ് ചെയ്യാനുള്ള ഫയല്. ബൈപ്പാസ് എല്ലാവരുടെ ലാപ്ടോപ്സിനും ചോദിക്കില്ല. പുതിയ ജനറേഷൻ ലാപ്ടോപ്സിലൊന്നും അതിനെക്കുറിച്ച് ചോദിക്കില്ല. ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എറർ റിപ്പോർട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ബൈപ്പാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് അവർ കാണിക്കുന്നത് പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചാലും അത് മറ്റു കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. സോ നിങ്ങൾ വിൻഡോസ് 11 സ്വിച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മൾട്ടി ടാസ്കിംഗ് ഒരുപാട് ഓപ്ഷൻസിലാണ്. തുടർന്നുള്ള വീഡിയോസിൽ വിൻഡോസ് 11 കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും ഒക്കെ എല്ലാം അറിയിക്കുന്നതാണ്. ഇത് സ്റ്റേബിൾ വെർഷനാണ്. ഇത് റിലീസ് ആയ സമയത്ത് ഇറങ്ങിയത് കുറച്ച് നമുക്ക് വേണ്ടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ സ്റ്റേബിൾ വെർഷൻ, ആവശ്യമില്ലാതൊക്കെ എടുത്ത് മാറ്റിക്കുന്നു, ബഗ്സ് ഒക്കെ എടുത്ത് മാറ്റി. ഇപ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷനാണ്. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.